ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. വി എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഷൈനി മമ്മിയും. വേറെ ഒന്നിനല്ല, അമ്മയ്ക്കൊരു ക്ലോത്തിങ് ബിസിനസ് ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ബസ്സിലാണ് പോകുന്നത്. സോ ഡാഡി വിൽ ഡ്രോപ്പ് us ഓൺ കൊർട്ടി. ബസ്സിലൊക്കെ കയറി സെറ്റായി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതേ ചാലക്കുടി എത്തി. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 8 hours ഉണ്ടെന്ന് തോന്നുന്നു. നാളെ മോർണിംഗ് 6-6:30 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. അത്രയും നേരം കിടന്നുറങ്ങാൻ, അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. ആൻഡ് ഇത് എൻ്റെ ഒരു കുരു വന്നിട്ടുണ്ട്. ഓണം സ്പെഷ്യലായിട്ട് എൻ്റെ മുഖത്ത് വന്നേക്കുന്ന ഒരു കുരുവാണ്. പിന്നെന്താ ആക്ച്വലി നമ്മൾ നാളെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ നാളെ നമുക്ക് സേറാബസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നത് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോകാനാണ്. കാരണം നമുക്ക് കുറച്ച് കംഫർട്ടബിൾ, അറിയാവുന്ന ആൾക്കാരുടെ കൂടെയാകുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി മുന്നേ ബസ്സിൽ, അതെ, പപ്പയുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന ഈ ബസ്സിലായതുകൊണ്ട് നമുക്ക് കുറച്ച് അറിയാവുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് പറയാതെ നല്ല കംഫർട്ടാണ്. ഭയങ്കര റിച്ച് ഫീൽ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഭയങ്കര കംഫർട്ടാണ്. നല്ല നീറ്റാണ്, ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഐ ലവ് എവറിത്തിങ്. ഓക്കെ, കുടിക്കാൻ നമുക്ക് വെള്ളം തരും, വേറെ ഒന്നുമില്ല. പിന്നെ ബ്ലാങ്കറ്റ്, സെപ്പറേറ്റ് പില്ലോ, നല്ല AC, റീഡിങ് ബൾബ്, ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ അത്ര ഇനി ഉറങ്ങി നാളെ രാവിലെ ബാംഗ്ലൂരെത്തണം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ റീച്ച് ആയിട്ടുണ്ട്. ബാംഗ്ലൂർ എഴുതിയിട്ടില്ല തോന്നി. നമ്മളെത്തി. ഓൾമോസ്റ്റ് 6:20 ആയി. ഒരു 10 minutes നമ്മൾ റീച്ച് ആവും. അതിൽ റൂം കണ്ടുപിടിക്കണം. രാത്രി മുഴുവൻ നോക്കിയിട്ടും റൂം കിട്ടിയില്ല. ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ റൂം തപ്പുക. റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. ഇനി സ്വല്പം നേരം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് പർച്ചേസ് ഇന്നലെ നമ്മൾ നോക്കി റൂം തന്നെ കിട്ടി. രാത്രി കിട്ടി നോക്കി ചെയ്തത് റെഡിയായില്ല. ആൻഡ് ഒരു പവർ നാപ്പൊക്കെ എടുത്ത് നമ്മൾ പർച്ചേസിങ്ങിന് പോകാനായിട്ട് റെഡി ആവാറ്. സൺസ്ക്രീൻ ഇടാം. കാര്യം വലിയ വെയിലൊന്നുമില്ല, ഒരു ഓക്കെ ക്ലൈമറ്റാണ്. റൂമിലൊക്കെ നല്ല തണുപ്പുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അത്ര വിഷയമുള്ള വെയിൽ ഫീൽ ചെയ്തില്ല. ദാറ്റ്സ് വൈ എന്നാലും സൺസ്ക്രീൻ ഇട്ടേക്കാം. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന റൂം ചിക്ക്പേട്ടിൻ്റെ നിയർ ബൈ തന്നെയാണ്. ചിക്ക്പേട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്സൊക്കെ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 ഷോപ്പ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 1-2 kilometers ഉണ്ട്. വാക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചിക്ക്പേട്ട് ഫുള്ള് നടക്കലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഓട്ടോ ആക്കാമെന്നാണ് കരുതുന്നത്. നമ്മൾ ഓട്ടോ ഊബർ വിളിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഫുള്ള് ഉടായിപ്പാണ്. രാവിലെ തന്നെ ഒരു ഓട്ടോ ചേട്ടൻ്റെ പ്രാക്കം കേട്ടിട്ടാണ് പോകുന്നത്. മൂപ്പരോട് കയറിയപ്പോൾ 100 പറഞ്ഞ് ഇറങ്ങിയപ്പോൾ 150 തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറയാം, മലയാളികളൊക്കെ ഇങ്ങനെയാണ്, മലയാളികളെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ആ മലയാളികൾ ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഓൾ സെറ്റ്. ഇനി നമുക്ക് പർച്ചേസിങ്ങിലേക്ക് പോകാം. ഹായ് ഗായ്സ്, നമ്മൾ സെക്കൻഡ് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പീസസ് ആയിട്ട് കിട്ടും. ബാക്കി എല്ലാ ഹോൾസെയിൽ ഷോപ്പിലും 4 ബണ്ടിൽ വെച്ചെടുക്കണം. ഇവിടെ സിംഗിൾ പീസാണ്. സെക്കൻഡ് ഷോപ്പിലെ പർച്ചേസിങ് കഴിഞ്ഞു. വി ബ്രോട്ട് സം മെറ്റീരിയൽ. ശരി, നമുക്ക് കുറച്ച് മെറ്റീരിയൽ കിട്ടി. ഭയങ്കര അഫോർഡബിൾ റേറ്റിന് സിംഗിൾ പീസസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. നമ്മളെപ്പോഴും പോകുമ്പോഴുള്ള പ്രശ്നമാണ്, ഒറ്റ ഡിസൈനിൽ ഒറ്റ ഇതിൽ 4 അല്ലെങ്കിൽ 5 പീസ് എടുക്കേണ്ടി വരും. പക്ഷേ മെറ്റീരിയൽ സെക്ഷനിൽ അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ പീസായിട്ട് അതിൽ നമുക്ക് എടുക്കാൻ പറ്റും ഹോൾസെയിൽ പ്രൈസിൽ. അതുകൊണ്ട് ഭയങ്കര അഫോർഡ്. ചെറിയ കച്ചവടക്കാരുടെ നിന്നൊക്കെ ഡ്രസ്സസും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനം ഇതുപോലെ വിചിത്രതയിലൂടെ നടന്നിട്ടൊക്കെ ആയിരിക്കും അവർ ആ സാധനം അവരുടെ നാട്ടിലെത്തിക്കുന്നത്. അതുകൊണ്ട് ഡോണ്ട് ബാർഗെയിൻ വിത്ത് ദം. ഓക്കെ,
വളരെ കുറ്റാക്കൂട്ട് വഴിയും ഒട്ടും സേഫ് അല്ലാന്ന് തോന്നുന്ന ബാംഗ്ലൂരിൻ്റെ വഴിയോരങ്ങളാണിത്. എന്താത്? സോ അവരുടെ ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ മാനിക്കാതിരിക്കരുത്. ഓക്കെ, തേർഡ് ഷോപ്പ് ഓഫ് ടുഡേ, മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ ഷോപ്പിൽ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. ഇനി 2 പീസ് 3 പീസ് അങ്ങനത്തെ റെഡിമെയ്ഡ് കളക്ഷൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പവർ നാപ്പ് എടുക്കാൻ വേണ്ടി, പവർ നാപ്പ് അല്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂം വരെ വന്നതാണ്. ഇനി ഫുഡ് കഴിക്കണം. അതിന് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. ചേര തിന്നണം, നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം നോക്കി തിന്നണം എന്നാണ്. പക്ഷെ ചേര തിന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്ന 2 പേരാണ് ബാംഗ്ലൂർക്ക് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ കേരള റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ച് അവിടെ പോയി ഫുഡ് കഴിക്കും. കിട്ടി മോനെ, കേരള റെസ്റ്റോറൻറ്റ് കിട്ടി മോനെ, കേരള റെസ്റ്റോറൻറ്റ് കിട്ടി. മീൻകറി, സാമ്പാർ, പപ്പടം, കറി, മീൻകറി കഴിച്ചു. റാഹത്തായി. ഇനി നമ്മൾ ബാക്ക് ടു അവർ ഷോപ്പിംഗ്. ബാംഗ്ലൂർ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് കേരളത്തിലുള്ള ലൈസൻസ് പോരാ. നമുക്ക് ഇവിടെ വന്ന് വേറെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്കില്ല് നമുക്ക് കേരളത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതോടൊപ്പം ഈ ഒരു സ്കില്ല് പഠിച്ചിട്ട് നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കേസ് കുറയാൻ ചാൻസസ് ഉണ്ട്. കാരണം അവർക്ക് നല്ല ട്വിസ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. ഇന്നത്തെ എല്ലാ പർച്ചേസിങ് കഴിഞ്ഞ് നേരത്തെ റൂമിൽ കയറി. നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ്. രാവിലെ തന്നെ KR മാർക്കറ്റിൽ പോയി കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് വെച്ചാൽ ലഗേജ് കൊറിയർ അയക്കാൻ പറ്റില്ല. ദാറ്റ്സ് വൈ അത് നമ്മൾ തൂക്കിക്കൊണ്ടാണ് വന്നത്. അങ്ങോട്ട് പോയപ്പോൾ റിച്ച് ലുക്കിൽ പോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ പാപ്പരാസി ആയിരുന്നു. തലയിലൊക്കെ ബാണ്ടക്കെട്ടൊക്കെ വെച്ചിട്ടാണ് വന്നത്. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്കാർക്ക് 100 രൂപ കുറഞ്ഞ് ഒറ്റ പൈസ ഇല്ലാത്തതുകൊണ്ട് 1 കിലോമീറ്റർ പോയാലും 100 രൂപ തന്നെയാണ്. അങ്ങനെ ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് 400 രൂപ സേവ് ചെയ്തു. എന്നെ അമ്മേനെ നടത്തിച്ചിട്ട് ആ 400 രൂപ ഇപ്പം ചെലവാകും. നല്ല ബെസ്റ്റ്. ഓർഡർ പ്രൈസ് ആയിരുന്നു ആഗ്രഹം, പക്ഷെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ഓർഡർ പിസ്സ. അതേപോലെ ഡൊമിനോസ് ഉണ്ട്, കുറച്ച് വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് പിസ്സ ഓർഡർ ചെയ്ത് പിസ്സയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. Yes guys, pizza only. Here is our first pizza. കാലം വാങ്ങി. അപ്പം ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇത് കുറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. രാവിലെ 5:50 അലാറം വെച്ച് അലാറം ഓഫ് ചെയ്തു. സമയം 7 മണിയാവാൻ. ഇനിയാണ് നമ്മൾ ഫ്ലവർ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. തൊട്ടിക്കൊല്ലം പൂ മാർക്കറ്റിൽ പോകാൻ ഈ ഒരു ലുക്കൊക്കെ മതി. നടന്നു പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ ഇന്നലത്തെ നടത്തത്തിൻ്റെ ആഘാതം കൊണ്ട് കാലുവേദനയും ശരീരമല്ലിപ്പും നടുവേദനയും ഉള്ളത് കൊണ്ട് നമ്മൾ ഓട്ടോയിലാക്കി. റിച്ച് റിച്ച്. ഇത് മുഴുവൻ മല്ലി തന്നെയാണ്. ചോളം ഇവിടെ കാണുന്നൊരു റോസ് ഇതാണ്. അവിടെ പോയി ഇവിടെ മോസ്റ്റ് ഒരു സൈഡിൽ ഫുൾ ഫ്ലവേഴ്സും മറ്റേ സൈഡിൽ ഫുൾ ലീവ്സ് അങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അവരൊരു റേറ്റ് പറയും. ആ റേറ്റിന് ഒരിക്കലും നമ്മൾ ഫിക്സ് ചെയ്യരുത്. നമ്മുടെ ബാർഗെയിനിങ് സ്കില്ല. നമ്മൾ ഫുൾ പുറത്തെടുത്തിട്ട് വേണം ഇവിടെ സാധനങ്ങൾ വാങ്ങിയാൽ. കാല് പിടിക്കാം. ഫസ്റ്റ് പർച്ചേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് വിത്ത് സേവിങ് 100 rupees. എന്നോട് 200 പറഞ്ഞു. ഞാൻ 160 പറഞ്ഞു. 2 വാങ്ങിച്ചപ്പോൾ 150.
ഞാനൊരു കില്ലാടി തന്നെ. എടാ ഒരു കിണ്ണം ഫ്ലവർ നാട്ടിൽ വാങ്ങാൻ പറ്റില്ല, ഭയങ്കര റേറ്റാണ്. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഇന്നലത്തെ ഫ്ലവേഴ്സിന് ഇന്നത്തെ ഫ്ലവേഴ്സിന് റേറ്റ് വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഹൈബ്രിഡിന് 200 രൂപയാണെങ്കിൽ ഇന്നലത്തെ ഹൈബ്രിഡിന് 100 രൂപ. പക്ഷെ ഹൈബ്രിഡിന് കുഴപ്പമൊന്നുമില്ല, നാട് വരെ എത്തിയാൽ മതിയായിരുന്നു. സ്കിൽ നമ്മൾ പുറത്തെടുത്ത് ഒരുപാട് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. ഇനി റോൾ ചെയ്ത് വെക്കണം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ഷോപ്പിംഗ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആൻഡ് 4th ബ്ലോക്ക്, അല്ല ജയനഗർ 4th ബ്ലോക്ക്, അതാണ് നമ്മുടെ ലൊക്കേഷൻ. ആൻഡ് നമ്മൾ റെഡിയായി നമ്മുടെ ഡേ 2ൻ്റെ ഷോപ്പിങ്ങിന് പോകണം. ഈ ഗ്ലാസ് എങ്ങനെയുണ്ട്? ഞാൻ പുതിയതായിട്ട് ലെൻസ് കാട്ടുന്ന ചേച്ചിക്ക് ബൈ 1 കിട്ടിയപ്പോൾ ഗെറ്റ് 1 ഫ്രീയിൽ വാങ്ങിച്ചതാണ്. വെറുതെ കിട്ടിയോണ്ടാണോന്ന് അറിയില്ല, എനിക്ക് ഇഷ്ടമായി. എന്നോട് ChatGPT പറഞ്ഞത് എൻ്റെ ഫേസിന് ഈ ഒരു ക്യാറ്റ് ഐ ഷേപ്പാണ് അടിപൊളി എന്ന്. അടിപൊളിയുള്ള സോ നമുക്ക് ചലിക്കാം. ലോക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഹോളിഡേസ് ഇവിടെ വൈലറ്റ് കളർ ബീട്രൂട്ടാ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ആദ്യത്തെ പരിപാടി ഇവിടെ ഒരു ഫേമസ് ചർച്ച് ഉണ്ട്, ഒരു സെൻറ്റ് മേരീസ് ബസിലിക്ക. അപ്പോൾ അവിടെ പോകണം. ഇതാണ് ആ പള്ളി. പള്ളി കയറി പ്രാർത്ഥിച്ച് അവിടെ മലയാളം അവിടെ മലയാളത്തിൽ കുർബാനയൊക്കെ ഉണ്ട്. പക്ഷെ വൈകുന്നേരം 5 മണിക്കായിരുന്നു. തിരിച്ച് പോകേണ്ട കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇന്നലെ വെയിൽ ആബ്സെൻ്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് ഫുൾ എനർജിയിലാണ് വെയിൽ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മെട്രോ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് നമുക്ക് ജയനഗറിലേക്ക് പോകണം. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മൾ വിചാരിച്ച പോലും നടന്നില്ല. കുറച്ച് എനിക്ക് വാങ്ങിച്ചു, പള്ളി പോയി. നല്ല വെയില്. മെട്രോ സ്റ്റേഷനിലെത്തി. കൊച്ചി മെട്രോ പോലെയല്ല, മെട്രോയ്ക്കൊന്നും മെട്രോൻ്റെ വൈബില്ല. അതൊക്കെ നമ്മുടെ കൊച്ചി പോലെയല്ല. ഇവിടുത്തെ മെട്രോ സ്റ്റോപ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ടഫാണ്. നമ്മളാണെങ്കിൽ വേറെ ലൈനിലുള്ള, അപ്പോൾ ഒരു ലൈനിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഗ്രീൻ ലൈനിലേക്ക് കയറി അവിടെ നമുക്ക് ജയനഗറിലേക്ക് പോകണം. ഓസി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മെട്രോ കയറിയതാണ്. ഇത് ഓട്ടോ പോണേക്കാണ് പൈസ കൂടുതലായി പോയി. കുഴപ്പമില്ല. ആൻഡ് നമ്മൾ ജയനഗർ എത്തി. 2 ട്രെയിനൊക്കെ മാറിക്കയറി. പിന്നെ നമ്മുടെ ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കാൻ പോകണം. ഇതിനും നമ്മൾ നിയർ ബൈ ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങോട്ട് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞത്. എടാ നമ്മൾ വേറൊരു നാട്ടിൽ വന്നിട്ട് മലയാളത്തിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന സുഖമുണ്ടല്ലോ, അത് വേറെ. ഇതാണ് ഞാനിവിടെ കണ്ടുപിടിച്ച കേരള റെസ്റ്റോറൻറ്റ്. പേരെന്തോ ഷെഫ് മാസ്റ്റർ. അപ്പം അങ്ങനെ എന്തോ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചോറ് ക്യാബേജ് പായസം വേറെന്തോ വേണം. ഞാൻ കഴിക്കാം. ജയനഗർ 4th ബ്ലോക്ക് ഷോപ്പിംഗ്. ഒരു ബാഗ് വാങ്ങി. ജയനഗറിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് മെട്രോ കയറാൻ പോവുകയാണ്. എടാ ബാംഗ്ലൂരിൽ മഴ പെയ്യുന്ന ആദ്യമായിട്ട് കാണാം. അത് നനയാനുള്ള ഒരു യോഗം കൂടി കിട്ടി. അടിപൊളി തന്നെ. ഞാൻ ചേച്ചി ഇവിടെ മഴ ഇല്ലാന്നായിരുന്നു, കാരണം കേരളത്തിൽ മഴ സമയത്ത് ഇവിടെ വന്നപ്പോൾ
ഇവിടെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. വെയിലും മഴ കുറവായിരിക്കും. പിന്നെ ഇവിടെ വെള്ളപ്പൊക്കം പൊതുവെ കേൾക്കാത്തോണ്ട് പക്ഷെ അല്ല കേട്ടോ, മഴയുണ്ട്. സോ നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് എവിടുന്നോ നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ സൈഡൊക്കെ വരും. ഇപ്പോൾ പാർക്കിങ്ങിലോട്ട് പോയിട്ട് ഇതൊക്കെ വണ്ടി കയറ്റാൻ വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഓടിയാ കയറി. എൻ്റെ ഫുള്ളുണ്ട് ആണല്ല. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് പോയില്ലേ? അതെ, ഇവിടെ മഴയില്ലാന്ന് അറിഞ്ഞുകൊണ്ട് കുട ഞാൻ എന്തായാലും സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കില്ലാടി തന്നെയല്ലേ മമ്മി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി ഫുഡ് കഴിച്ചു. ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ആക്ച്വലി ഒരു ട്രിപ്പല്ലായിരുന്നു. അതിൻ്റെത് എല്ലാ കുറവുകളും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഷൈൻമമ്മയുടെ ഡിന്നറിലാണ് പോമോഗ്രാനൈറ്റ് തിന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഫ്രൈഡ് റൈസും ചിക്കനും കിട്ടി. സോ ഞാനത് കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ